ലെഫ്റ്റ് പോ, നീ റൈറ്റ് പോ. അയ്യോ ഡാൻസ് ബാബർ സ്വാമിയേ ചുടു ബാബർ സ്വാമി ഇനിയിപ്പോ ഡാൻസ് ഉണ്ട് അവിടെ. ബാബർ സ്വാമി സ്വാമി ശരണം. അപ്പോൾ നമ്മൾ പമ്പയിൽ എത്തി കഴിഞ്ഞു. അപ്പോൾ പമ്പയിൽ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടി. നിലക്കല്ലൊന്നും കാറ് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പമ്പയിൽ തന്നെ പേ പാർക്കിംഗ് ഉണ്ടായിരുന്നു. പമ്പയിൽ വണ്ടി വെച്ചു. ഇപ്പോൾ എല്ലാവരും ഇനി കുളിക്കാൻ പോകാമായിരുന്നു. പമ്പയിൽ കുളിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ തുടങ്ങും. അത് നമ്മൾ സ്ലോട്ട് 10 മണിക്കാണ് നമ്മൾ തന്നത്. പക്ഷെ അതൊന്നും കുഴപ്പം വരുന്നില്ല. വലിയ സ്വാമീൻ്റെ ഇതാണെങ്കിൽ മെയിൻ നമുക്ക് പാർക്കിംഗ് കിട്ടിയാണ്. അല്ലെങ്കിൽ ബസ്സിന് അവിടെ നിന്ന് വരേണ്ടി വരും നിലക്കലിന്. ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് കിട്ടി. പമ്പേൻ്റെ അടുത്ത് തന്നെ നമുക്ക് കിട്ടിയത് പാർക്കിങ്. കാറ് വെച്ചതോ എല്ലാവരും തുടങ്ങി. ശ്രീവാവേദ മുകളിൽ കയറുന്നത്. പപ്പയുണ്ട്, പിന്നെ ചേച്ചീൻ്റെ ഫംഗ്ഷനുണ്ട്. തിരക്ക് ഉണ്ട് കേട്ടോ. ഡ്രസ്സ് വെള്ളം ഉണ്ടല്ലോ. ആ ഇപ്പൊ ഊരണ്ട ബാഗിന്റെ ഡ്രസ്സ് ഊരി കഴിഞ്ഞ്. रश कम होगा तभी। रश कम हो तो अब ठंडा भी रहता। ഗെഞ്ചിരെല്ലാം വാങ്ങി സെറ്റായി. ശരണ വിളിക്ക് ശരിയാ കൂട്ട്. ആ ഇതെല്ലാം ഇനി അവർക്ക് ക്ലീൻ ആക്കി എടുക്കണ്ടേ ഫുള്ള്. അല്ല 2 ബോക്സിലിടല്ലേ? 2 ബോക്സിൽ അല്ല, ഒരു ബോക്സിലിടല്ലേ? അപ്പൊ എന്റെ ജൂനിയർ ബ്ലോഗർ ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് ബ്ലോഗറെ ഹായ് പറ. ശ്രീ രാജരാജൻ ബ്ലോഗർ സ്വാമി, കുഞ്ഞു സ്വാമി ഹായ് പറ. വെൽക്കം ടു മൈ ചാനൽ. കുഞ്ഞു സ്വാമി വെൽക്കം ടു മൈ ചാനൽ പറ. സ്വാമി വെൽക്കം ടു ചാനൽ. ഓ കുട്ടി ബ്ലോഗർ കണ്ട, സാംസങ്ങിന്റെ ഫോണിലെടുത്ത് തന്നെ ബ്ലോഗ്. സ്വാമി ശർമ്മ കേട്ടാ. വെൽക്കം ടു മൈ ചാനൽ ശ്രീ രാജരാജൻ ചാനൽ. അപ്പൊ ഇപ്പത്തെ അവസ്ഥ കണ്ട ക്യൂബിന്റെ ഇതാണ് 3B ക്യൂബ്. ഇനി ഇതെല്ലാം ക്ലീൻ ആക്കി പെയിന്റിങ് പണിയെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ പെയിന്റിങ്ങിന്റെ പണിയെല്ലാം നടക്കുന്നുണ്ട്. ബ്ലോഗറെ ചീസ് അത് ഇനി അവിടെ ശരം കുത്തിയില് കുത്തണം.